2005 UPA സർക്കാർ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച പൊതു മിനിമം പരിപാടിയുടെ ഭാഗമായാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് രൂപം കൊടുത്തത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനതയുള്ള നമ്മുടെ രാജ്യത്ത് ഈ പദ്ധതി വഴി ലഭ്യമാക്കുന്ന വരുമാനം ഞങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു. രാജ്യത്തെ ഏറ്റവും വിപുലമായ തൊഴിൽദായക സംവിധാനമായ തൊഴിലുറപ്പ് പദ്ധതിയെ ഞെരുക്കിക്കൊല്ലാനുള്ള നിയമമാണ് ഇപ്പോൾ പാർലമെന്റ് പാസാക്കിയ VBG റാംജി ബിൽ. കനത്ത സാമ്പത്തിക ഭാരം സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചും തൊഴിൽ സാധ്യതകളുടെ വഴിമുട്ടിച്ചും സംസ്ഥാന സർക്കാരിനെയും പഞ്ചായത്തിനെയും പദ്ധതി നടത്തിപ്പിൽ നിന്ന് മാറ്റി നിർത്തിയും ഈ പദ്ധതി എങ്ങനെയും തകർക്കാനുള്ള നീക്കമാണ് മോഡി സർക്കാർ പ്രസ്തുത ബില്ലിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. തൊഴിലാളികളും കൃഷിക്കാരും അവരുടെ ഉജ്ജ്വല പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത നേട്ടങ്ങളും ആശ്വാസ പദ്ധതികളും തകർക്കുകയാണ് രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഇപ്പോൾ ചെയ്യുന്നത്. ഇതിനെതിരെ തൊഴിലാളി കർഷക ചെറുത്തുനിൽപ്പ് രാജ്യമാകെ വളർന്നു വരുന്നു എന്നത് അഭിമാനകരമാണ്. കോടിക്കണക്കായ പാവങ്ങളുടെ ആശ്രയ കേന്ദ്രമായി മാറിയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റിയും തൊഴിൽ ഉറപ്പ് നൽകുന്ന വ്യവസ്ഥകൾ മാറ്റി തൊഴിലുറപ്പില്ലാതാക്കി ഈ പദ്ധതിയെ അടിമുടി മാറ്റിയ തൊഴിലാളി ദ്രോഹ നടപടിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിൻവലിയണം. തൊഴിലുറപ്പ് തൊഴിലാളികളെ വഴിയാധാരമാക്കുന്ന ഈ കരിനിയമം പിൻവലിക്കാനുള്ള ശക്തമായ പോരാട്ടത്തിൽ ഒന്നിച്ചു ചേർന്ന് നിൽക്കുമെന്ന് ഈ തൊഴിലുറപ്പ് തൊഴിൽ സംരക്ഷണ അസംബ്ലിയിൽ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ.